ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി തന്നെ സ്തുതിക്കുക. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധങ്ങളായ കുടുംബങ്ങളിൽ ഇരുന്നു കൊണ്ട് ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന മക്കളെ കർത്താവ് കാണുന്നുണ്ട്. അനേകം കുടുംബങ്ങളുടെ കണ്ണുനീര് കർത്താവ് കാണുന്നുണ്ട്. അനേകം സമൂഹങ്ങളുടെ നിയോഗങ്ങൾ കർത്താവ് കാണുന്നുണ്ട്. നിന്നെ കർത്താവ് പേര് ചൊല്ലി വിളിച്ചാണ് ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. കരമുയർത്തി വിളിക്കുക. എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ശുഭകരമായ ഭാവി നിനക്കുണ്ടാകാൻ വേണ്ടി നിന്നെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹൃദയം തകർന്ന് കർത്താവിനെ വിളിക്കുക. നിന്റെ ഹൃദയം തുറന്ന നിലവിളി കർത്താവ് കേൾക്കട്ടെ. നിന്റെ മക്കൾക്ക് വേണ്ടി ഒന്ന് വിളിക്കാമോ? നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? നിന്റെ സഭയ്ക്ക് വേണ്ടി ഒന്ന് വിളിക്കാമോ? നിന്റെ സമൂഹത്തിന് വേണ്ടി വിളിക്കാമോ? യേശുവേ, 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 യേശുവേ. ചേർന്ന് പാടുക. മാലാഖമാരോട് ചേർന്ന് ആരാധിക്കാം. വിശുദ്ധന്മാരോട് ചേർന്ന് ആരാധിക്കാം. എല്ലാ അഭിഷിക്തരോടും ചേർന്ന് ആരാധിക്കാം. ഓരോ സമർപ്പിതരോടും ചേർന്ന് എല്ലാ മക്കളോടും ചേർന്ന് കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, യേശുവേ, നന്ദി പിതാവേ. സ്തോത്രം, സ്തോത്രം, മഹത്വം, 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 മഹത്താരം. പ്രിയപ്പെട്ട മക്കളെ, തിരുവോസ്തയിലേക്ക് നമുക്ക് സൂക്ഷിച്ചു നോക്കാം. ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് കർത്താവ് നിന്നെ പേര് വിളിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ആരുമായി കൊള്ളട്ടെ, നീ ഒരു കുടുംബജീവിതം നയിക്കുന്നവളായിരിക്കാം, ഒരു വൈദിക സഹോദരനായിരിക്കാം, ഒരു സിസ്റ്ററായിരിക്കാം. ഇന്നിതാ കർത്താവ് നമ്മോട് പറയുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. തന്നോട് കൂടിയായിരിക്കാനും പ്രസംഗിക്കാൻ അയക്കാനും പിശാചുകളെ ബഹിഷ്കരിക്കാനും അവൻ 12 പേരെ നിയോഗിച്ചു. തന്നോട് കൂടെയായിരിക്കാൻ, പ്രാർത്ഥിക്കാനായിട്ടാണ്, പ്രസംഗിക്കാൻ അയക്കാൻ, സുവിശേഷ വേല ചെയ്യാനായിട്ട്, പിശാചുകളെ ബഹിഷ്കരിക്കാൻ, വലിയ ഡെലിവറൻസിൻ്റെ കൃപ തന്നുകൊണ്ടാണ് ദൈവം അവരെ യാത്രയാക്കുന്നത്. മകളെ, യേശുവിൻ്റെ വഴിയും യേശുവിലേക്കുള്ള വഴിയും ഇടുങ്ങിയതാണ്, വിസ്താരം കുറഞ്ഞതാണ്, ഞെരുക്കമുള്ളതാണ്. വിനീതമായ വഴിയാണ് കർത്താവ് നമുക്ക് തരുന്നത്. അത് ശിശുത്വത്തിലേക്കുള്ള വഴിയാണത്. യേശു തരുന്ന വഴി കുരിശിൻ്റെ വഴിയാണ്. യേശു തരുന്ന വഴി സഹനത്തിൻ്റെ വഴിയാണ്. യേശു തരുന്ന വഴി പരിത്യജിക്കലിൻ്റെ വഴിയാണ്. വീണ്ടും ജനനത്തിനുള്ള ഒരു വഴിയാണത്. എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വഴിയാണ് യേശുവിൻ്റെ വഴി. അതാണ് ക്രിസ്തു ശിഷ്യൻ്റെ വഴി എന്ന് പറയുന്നത്. ഇന്ന് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോ നമ്മോട് പറയുന്നുണ്ട്, നീ എന്നെ പൂർണ്ണമായും അറിഞ്ഞോ? നീ എന്നെ പൂർണ്ണമായും അനുഭവിച്ചോ? നീ പൂർണ്ണമായും എന്നെ അനുസരിച്ചോ?
ഈശോ നമ്മോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയണം, ഈശോയെ, ഞാൻ നിന്നെ അറിഞ്ഞു. എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടത്, എൻ്റെ കരങ്ങൾ കൊണ്ട് സ്പർശിച്ചത്, എൻ്റെ ഹൃദയം കൊണ്ട് ആസ്വദിച്ചതുമായ യേശു ക്രിസ്തുവിനെ ഞാൻ മറ്റുള്ളവർക്ക് നൽകുവാനായി യാത്രയാകുകയാണ്. ഞാൻ അറിഞ്ഞത്, ഞാൻ അനുഭവിച്ചത്, ഞാൻ അനുസരിച്ചത് കർത്താവേ നിനക്കറിയാമല്ലോ. മകളെ, ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ഉപ്പായും പുളിമാവായും ഗോപുരമായും നിലകൊള്ളാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. പീഠത്തിലിരിക്കുന്ന ഈ മെഴുകുതിരി പോലെ ഉരുകി 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 ഇല്ലാതെയായി തീർന്ന് അനേകം മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഈശോ നമ്മെ പേര് ചൊല്ലി വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ഒരു ക്രിസ്തു ശിഷ്യന്റെ സ്വഭാവം? ഈശോയോട് ചോദിക്കേ, അവിടുന്ന് നമുക്ക് പറഞ്ഞു തരും. ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നവരാണ് ക്രിസ്തു ശിഷ്യന്മാർ. യേശു സഹിച്ചതുപോലെ സഹിക്കുന്നവരാണ് ക്രിസ്തു ശിഷ്യന്മാർ. യേശു ത്യജിച്ചതുപോലെ പരിത്യജിക്കുന്നവരാണ് ക്രിസ്തു ശിഷ്യന്മാർ. യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുന്നവരാണ് ക്രിസ്തു ശിഷ്യന്മാർ. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം. അത് തന്നെയായിരിക്കണം ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും സ്വഭാവം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, യേശു സഹിക്കുന്ന പോലെ സഹിക്കാൻ, യേശു ക്ഷമിക്കുന്ന പോലെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഗുരുവിനോട് തന്നെ ചോദിക്കുക. അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനോട് ചോദിക്കുക, നിന്റെ ഭവനത്തിൽ, നിന്റെ ഇടവകയിൽ, നിന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? അല്പം കൂടി ആഴത്തിലേക്കൊന്ന് കടന്നു എന്ന് ചിന്തിച്ചേൻ. ആരാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ? ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈശോ ഇങ്ങനെ പറയുകയാണ്, ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ തനിക്ക് പ്രിയപ്പെട്ടവരെക്കാൾ അധികമായി യേശുവിനെ സ്നേഹിക്കുന്നവരാണ് ക്രിസ്തു ശിഷ്യന്മാർ. ആരാണ് നമുക്ക് പ്രിയപ്പെട്ടവർ? നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ബന്ധുജനങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മളുമായി ഏറ്റവും ക്ലോസ് ആയിരിക്കുന്നവർ. ആ പ്രിയപ്പെട്ടവരെക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ യേശുവിൻ്റെ ശിഷ്യനാണ്. ലൂക്കയുടെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം, സ്വന്തം പിതാവിനെയോ മാതാവിനെയോ സഹോദരനെയോ സഹോദരിയെയോ തൻ്റെ ജീവനെ തന്നെ വെറുക്കാതെ എൻ്റെ അടുത്ത് വരാൻ സാധ്യമല്ല. അപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടത് മുഴുവൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സ്നേഹിത വലയങ്ങൾ, നമുക്ക് കുറേ പ്രിയങ്കരങ്ങളായിരിക്കുന്ന വ്യക്തികളൊക്കെ ഇല്ലേ, അവരെ എല്ലാവരെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താലാണ് യേശുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ശിഷ്യനായി തീരുക. അല്പം കൂടി ഉള്ളിലേക്കൊന്ന് കടന്നു ചെന്നേ, തിരുവോസ്തിയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. യേശു നമ്മോട് പറയും, യേശുവിനെ അനുധാവനം ചെയ്യുന്നത് ജീവനേക്കാൾ വിലപ്പെട്ടതായിട്ട് നമ്മൾ കാണണം. അവരാണ് ക്രിസ്തു ശിഷ്യന്മാർ. എൻ്റെ ജീവൻ പോയാലും, നമ്മൾ കാണാറില്ലേ ചില ആളുകൾ പ്രാർത്ഥനയ്ക്ക്, ദിവ്യബലിക്ക്, ദൈവവചനം വായിക്കാൻ, ജപമാല ചൊല്ലാൻ വില കൊടുക്കുന്നത് കണ്ടില്ലേ? അങ്ങനെ വില കൊടുക്കുന്നവരാണ് ക്രിസ്തു ശിഷ്യന്മാർ. വിലയുള്ളത് വിലയുള്ളവന് കൊടുത്താൽ നമ്മളും വിലയുള്ളവരായി തീരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോ പറയുകയാണ്, ജീവനേക്കാൾ വിലപ്പെട്ടതായി ക്രിസ്തുവിനെ കരുതുന്നവരാണ് ക്രിസ്തു ശിഷ്യന്മാർ. വിശുദ്ധനായ പോളികാർപ്പ് തീയിൽ ജീവനോടെ കത്തിച്ചാമ്പലാക്കി.
പാപം ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവസ്നേഹത്തിൻ്റെ തീയിൽ കത്തി എരിയാനായിട്ട് ആ മഹാത്മാവ് ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ തീയിൽ കിടന്ന് വിരിയുന്നതിനേക്കാൾ ദൈവസ്നേഹത്തിൻ്റെ തീയിൽ കിടന്ന് മരിക്കാൻ, അതാണ് മരിക്കാൻ വിശുദ്ധനായ പോളികാർപ്പ് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവൻ നശിച്ചോട്ടെ, എൻ്റെ ജീവൻ നശിച്ചു പോയാലും ഞാൻ നശിച്ചു പോകുന്ന, ഞാൻ മരിച്ചു പോകുന്ന, കത്തി എരിയുന്ന ഈ ചിതാഭസ്മത്തിൽ നിന്ന് മറ്റൊരു ജീവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുകയാണ്. മൂന്നാമതായിട്ട് ക്രിസ്തു ശിഷ്യൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോക വസ്തുക്കളെക്കാൾ അധികമായി ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കണം. നമ്മുടെ പദവി, നമ്മുടെ പ്രശസ്തി, നമ്മുടെ പ്രതാപം, ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് യേശുവിന് വില കൊടുക്കാൻ കഴിയണം, യേശുവിന് സ്ഥാനം കൊടുക്കാൻ കഴിയണം. നമ്മൾ കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കാം, പലതരത്തിലുള്ള ശുശ്രൂഷയിൽ വ്യാപൃതമായിട്ടുള്ളവരായിരിക്കാം. ഈ ലോക വസ്തുക്കളെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്, ദൈവം അയച്ച തൻ്റെ പുത്രനായ ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യന്മാർ എന്ന് പറയുന്നത്. അവസാനമായി ക്രിസ്തു ശിഷ്യൻ ഓരോ ദിവസവും സ്വന്തം താല്പര്യങ്ങൾ പരിത്യജിച്ച് യേശുവിനെ സ്നേഹിക്കണം. നമ്മുടെ സ്വാർത്ഥത മരിക്കണം. നമ്മൾ ഇങ്ങനെ ചോദിക്കണം, യേശുവേ, നീ ആയിരുന്നുവെങ്കിൽ എപ്രകാരം ഇവിടെ പ്രവർത്തിക്കും? യേശുവേ, നീ ഇവിടെ ആയിരുന്നുവെങ്കിൽ നീ എപ്രകാരമാണ് സംസാരിക്കുക? യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിന്റെ മനോഭാവം ഇതിനോട് എങ്ങനെയായിരിക്കും? അപ്പോൾ യേശു പറഞ്ഞതുപോലെ പറയാനും സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും നമുക്ക് തയ്യാറായി തീരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ കുറേ കാര്യങ്ങൾ പരിത്യജിക്കേണ്ടതായി വരും. മറ്റുള്ളവരുടെ ഇടയിൽ ഇടപെടുവാൻ യേശു നിന്നെ വിളിക്കുന്നത് എങ്ങനെ യേശു പെരുമാറിയോ അതുപോലെ പെരുമാറാൻ വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ നിൻ്റെ മരുമകളുടെ അടുത്ത്, നിൻ്റെ മകൻ്റെ അടുത്ത്, നിൻ്റെ അയൽവാസിയുടെ അടുത്ത്, നിൻ്റെ ഇടവക വികാരിയച്ഛൻ്റെ അടുത്ത് യേശു എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ പെരുമാറാനായിട്ട് നീ ഒരുങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യയായി തീരുകയാണ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് യാത്രയാകാം. ദിവ്യകാരണനാഥൻ്റെ മുമ്പിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്നേൻ. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പോരാ പോരാ പോരാ, എല്ലാവരും സ്തുതിക്കണം. നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്വരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരെയും കർത്താവ് വിളിക്കുന്നുണ്ട്. നീ കർത്താവിനെ വിളിക്കുന്നുണ്ട്. പലരെയും കർത്താവ് കാണുന്നുണ്ട്. നീ യേശുവിനെ കാണുന്നുണ്ട്. പലരും യേശുവിനെ കാണുന്നുണ്ട്. കർത്താവിനെ കണ്ടവര് ഹൃദയം തുറന്ന് കർത്താവിനെ വിളിക്കണം. യേശുവിനെ ഹൃദയപൂർവ്വം വിളിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നമ്മെ പരിശോധിക്കാൻ വരികയാണ്. യേശു നമ്മുടെ പക്കലേക്ക് കടന്നു വരികയാണ്. കർത്താവ് നമ്മെ പരിശോധിക്കാൻ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം എപ്രകാരമായിരിക്കും, നമ്മുടെ പ്രവൃത്തി എപ്രകാരമായിരിക്കും? യേശുവേ, 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 യേശുവേ. ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഓരോരുത്തരുടെ നിലവിളികൾ കർത്താവിന്റെ പക്കലേക്ക് എത്തട്ടെ. നിന്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. നിനക്ക് ഒത്തിരിയേറെ നിയോഗങ്ങളില്ലേ? നിനക്ക് ഒത്തിരിയേറെ വേദനകളില്ലേ? നിന്റെ കണ്ണുനീരിന്റെ ചരിത്രങ്ങളില്ലേ? നിന്റെ വേദനയുടെ ചരിത്രങ്ങളില്ലേ? യേശുവിനോട് ഒരുമിച്ച് സഹിക്കാൻ, ക്ഷമിക്കാൻ, വിട്ടുകൊടുക്കാൻ നമുക്ക് തയ്യാറാകാം. കരമുയർത്തി യേശു നാമം വിളിച്ചേ. യേശുവേ, 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 യേശുവേ. എല്ലാവരും ചേർന്ന് ശിഷ്യപദം നൽകാൻ, ശിക്ഷണമേകിടുവാൻ
യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് സൂക്ഷിച്ചു നോക്കാം. രണ്ട് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഈശോ നമ്മോട് പറയുന്നു, നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകുവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി പുറപ്പെടുന്നവരാണ് യേശുവിന്റെ ശിഷ്യന്മാർ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഉണ്ടാകാമായിരുന്ന എല്ലാ പ്രശസ്തിയും എല്ലാ സമ്പത്തും എല്ലാ പ്രതാപവും കർത്താവിന്റെ മുമ്പിൽ, യേശുവിന്റെ മുമ്പിൽ അടിയറവ് വെക്കുന്നവരാണ് യേശുവിന്റെ ശിഷ്യന്മാർ എന്ന് പറയുന്നത്. എനിക്ക് കിട്ടാത്തതിന്റെ പേരിൽ എനിക്ക് പരിഭവങ്ങളില്ല, എന്നെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ എനിക്ക് വേദനകളില്ല. ആ വേദനകളും ആ കുറവുകളുമെല്ലാം യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ യേശുവിന്റെ പിറകെ പുറപ്പെടുന്നവരാണ് ക്രിസ്തു ശിഷ്യന്മാർ എന്ന് പറയുന്നത്. രണ്ട് കരങ്ങൾ ഉയർത്താം, രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കാം. നിന്റെ സ്വഭാവം അങ്ങനെയാണോ? നിന്റെ ജീവിതം അങ്ങനെയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിക്ക്, സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്, സ്വന്തം ഹൃദയത്തോട് ചോദിക്ക്. നെഞ്ചത്ത് കൈകൾ വെച്ചുകൊണ്ട് പറയണം, കർത്താവേ, ഞാനും എല്ലാം ഇതാ പരിത്യജിച്ചിരിക്കുന്നു. ദരിദ്രർക്ക് വിറ്റ് ഇതാ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകാൻ ഞാനിതാ വന്നിരിക്കുന്നു. യേശുവേ, 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 യേശുവേ. എല്ലാവരും ചേർന്ന് പാടുക. തിരുസഭയിൽ നമ്മളെല്ലാവരും മിഷണറിമാരാണ്. യേശു നമ്മെ എല്ലാവരെയും തന്റെ ശിഷ്യനും ശിഷ്യയുമാക്കി മാറ്റുകയാണ്. ഈശോ പറഞ്ഞില്ലേ, നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. ദൈവ സ്നേഹത്തിൽ കാത്തുകൊള്ളുവാൻ ഓരോ ക്രിസ്ത്യാനിയോടും, ഓരോ ശുശ്രൂഷകരോടും, ഓരോ സമർപ്പിതരോടും, ഓരോ വൈദികരോടും കർത്താവ് ആവശ്യപ്പെടുകയാണ്. യേശുവിനെ പോലെ സഹായിക്കുന്ന കരങ്ങളായി മാറുവാൻ, യേശുവിനെ പോലെ കരുണ കാണിക്കുന്ന വ്യക്തികളായി മാറുവാൻ, യേശുവിനെ പോലെ അനുകമ്പയുള്ള ഹൃദയത്തോടെ പെരുമാറുവാൻ, യേശുവിനെ പോലെ നല്ല വാക്ക് പറയുവാൻ, യേശുവിനെ പോലെ വേദനയിലും സങ്കടങ്ങളിലും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ യേശു നമ്മെ വിളിച്ചുകൊണ്ട് പറയുന്നു, ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. രണ്ട് കരമുയർത്താം, രണ്ട് കരമുയർത്തി കഥാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം. കർത്താവേ നന്ദി. യേശുവേ, യേശുവേ, യേശുവേ. സ്വരമുയർത്തി, സ്വരമുയർത്തി സ്തുതിച്ച മക്കളെ, ഹൃദയത്തിന്റെ കെട്ടുപാടുകൾ വിട്ടുപോകട്ടെ, കുടുംബത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തി കിട്ടട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത് യേശുവിന്റെ ശിഷ്യന്മാരായി തീരാൻ വേണ്ടിയിട്ടാണ്. ശിക്ഷണം കിട്ടുന്നില്ല എങ്കിൽ, യേശുവിന്റെ ആത്മീയമായ കളരിയിലിരുന്ന് ശിക്ഷണം കിട്ടുന്നില്ല എങ്കിൽ ആർക്കും തന്നെ അവിടുത്തെ ശിഷ്യനോ ശിഷ്യയോ ആയിരിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് വചനം പറയുകയാണ്, എന്റെ കണ്ണുകൾ സദാ കർത്താവിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് തന്നെ വേടന്റെ വലയിൽ നിന്ന്, അവിടുന്ന് തന്നെ എല്ലാ വലയിൽ നിന്നും എല്ലാ ബന്ധനത്തിൽ നിന്നും അവിടുന്ന് നമ്മെ കാത്തുരക്ഷിക്കും. എപ്പോഴ്? നമ്മുടെ കണ്ണുകൾ യേശുവിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ. ഇന്ന് നമ്മുടെ കണ്ണെവിടേക്കാ? ഇന്ന് നമ്മുടെ കണ്ണെവിടേക്കാ? ഇന്ന് നമ്മുടെ കൈകൾ എവിടേക്കാണ്? ഒരു പക്ഷേ ആഡംബരത്തിനും ജഡവ്യാപാരങ്ങൾക്കും ക്ഷിപ്രകോപത്തിനും വിട്ടുകൊടുക്കുമ്പോൾ യേശു പറയുന്നുണ്ട്,
എല്ലാ തരത്തിലുള്ള ബന്ധനത്തിന്റെ മേഖലയിൽ നിന്നും നിന്നെ ഞാൻ വിടുവിക്കും. നീ എന്ത് വേണം? നീ യേശുവിലേക്ക് നിന്റെ കണ്ണും നട്ടുകൊണ്ട് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ യേശുവേ യേശുവേ, സ്വരമുയർത്തി സ്വരമുയർത്തി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ 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 യേശുവേ. ശിഷ്യപദം നൽകാൻ ശിക്ഷണമേകിടുവാൻ നാഥൻ കരുണയോടെ നമ്മെ വിളിക്കുന്നു. ഓരോ മക്കളെയും യേശു വിളിച്ച് തൻ്റെ ശിഷ്യനായി തീരുവാൻ കർത്താവ് വിളിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. ഹൃദയത്തിൽ വചനത്തിന്റെ സൂക്ഷിപ്പുകാരാണ് യേശുവിന്റെ ശിഷ്യന്മാർ എന്ന് പറയുന്നത്. ഹൃദയത്തിൽ വചനം സൂക്ഷിച്ചാൽ പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യാൻ, ലോകത്തിന്റെ പാപത്തിനു വേണ്ടി പരിഹാരം ചെയ്യാൻ, സർവരോടും കരുണ കാണിക്കാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഹൃദയത്തിൽ നിന്ന് വചനം വിട്ടുപോയാൽ ക്രിസ്തു ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല. രണ്ട് കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ, യേശു സഹിച്ചതുപോലെ സഹിക്കാൻ കരമുയർത്തി കരമുയർത്തി വിളിക്കുക. കുടുംബത്തിൽ നിന്ന് കർത്താവിന്റെ പക്കലേക്ക് കരമുയരട്ടെ. കർത്താവിന്റെ മഹത്വം ഒന്ന് നിറയട്ടെ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തെ പ്രവേശിക്കുക. ഈ മധുരമായ സ്വരം, ഈ രക്ഷാകരമായ സ്വരം ഓരോ ക്രിസ്തു ശിഷ്യനും കേൾക്കുവാനിട വരട്ടെ. കർത്താവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്വരമുയർത്തി ശക്തിയോടെ വിളിക്കട്ടെ. യേശുവേ, സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ശിഷ്യപദം നൽകാൻ ശിക്ഷണമേകിടുവാൻ നാഥൻ കരുണയോടെ നമ്മെ വിളിക്കുന്നു. ശിഷ്യപദം നൽകാൻ ശിക്ഷ